1,25,000 രൂപ മാസവാടക നൽകിയിട്ടും അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കിക്കൊടുക്കാതെ MRA ഹോട്ടലിനെതിരെ മുനിസിപ്പാലിറ്റി നടത്തുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് PA ഖാദർ പറഞ്ഞു. മുനിസിപ്പാലിറ്റിക്ക് ഈ MRA എന്ന സാധനം 1,00,000 മേലെ രൂപ വാടക കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ ഭീമമായ സംഖ്യ വാടക കൊടുക്കുമ്പോൾ ഇതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. ഒരു യാതൊരുവിധ അടിസ്ഥാന സൗകര്യം ചെയ്യാതെ തന്നെയാണ് ഈ സ്ഥാപനം റൺ ചെയ്യാൻ മുനിസിപ്പാലിറ്റി സൗകര്യം ചെയ്തെടുത്തത്. നമുക്ക് പറയാനുള്ളത് ഈ സ്ഥാപനം റൺ ചെയ്യാനുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യവും മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കണമെന്ന് പറയാനുള്ളത്. വടകര നഗരസഭ ഇന്ന് പരിശോധന നടത്തി കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് PA ഖാദർ പറഞ്ഞു. ഇവിടെ നിന്നും കൈ കഴുകുന്നതും മറ്റുമായ മാലിന്യമാണ് പുറത്തേക്ക് ഒഴുകിയത്. ഇത് കക്കൂസ് മാലിന്യമാണെന്ന് വ്യാജ ആരോപണമാണ് പ്രചരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിന് ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അഭിപ്രായമെന്ന് ഖാദർ പറഞ്ഞു. എന്നാൽ MRAയിൽ നിന്ന് പുറത്തുവിട്ടത് കക്കൂസ് മാലിന്യമല്ലെന്നും കൈ കഴുകുകയും മറ്റുമായുള്ള വേസ്റ്റുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ തെറ്റായ തീരുമാനം മൂലം പല ഹോട്ടലുകളും വടകരയിൽ പൂട്ടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതു ഓടയിലേക്ക് കക്കൂസ് മാലിന്യം വ്യാപാര സ്ഥാപനത്തിനായാലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പബ്ലിക് ടോയ്ലറ്റിനായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനായാലും അപ്പാർട്ട്മെന്റിനായാലും ഹോട്ടലിനായാലും ഏത് സ്ഥാപനവും പൊതു ഓടയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നു അതിനെതിരെ നിയമപരമായിട്ടുള്ള ശക്തമായ നടപടി എടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അന്നും ഇന്നും ഒരേ നിലപാടെടുത്തത്. ഇന്ന് MRA പരിശോധന നടത്തിയാല് കഴിഞ്ഞ ഡിസംബറിൽ അവരെ കക്കൂസ് മാലിന്യം വലിയ ടാങ്കർ വെച്ച് വലിച്ചുകൊണ്ടുപോവാണ്. അതിനുശേഷം അത് ഏകദേശം 3/4 ഭാഗത്തോളം നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് കണ്ട വേസ്റ്റ് എന്ന് വെച്ചാൽ അത് കക്കൂസ് മാലിന്യോടനുബന്ധിച്ച് പോലെ തോന്നും. പക്ഷെ അതൊരു സ്ലഡ്ജാണ്. സ്ലഡ്ജ് എന്ന് പറഞ്ഞാല് കൈ കഴുകുന്നതും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന എണ്ണയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്ലഡ്ജാണ്. അത് കുറെ കെട്ടിക്കിടന്നാല് അവരത് പിന്നെ 2-3 മാസം കൂടുമ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ ഒഴിവാക്കാൻ സംഭവമുള്ളത്. ഇപ്പം വ്യാപകമായിട്ടും വടകര MRAന്ന് മാലിന്യം കക്കൂസ് മാലിന്യം പുറത്തു വിട്ടുന്ന പ്രചാരണമുള്ളത്. അത് തികച്ചും അടിസ്ഥാന രഹിതമാണെന്ന് നമ്മളെ പരിശോധനയിൽ മനസ്സിലായത്. വടകരയിലെ ഈ കരിമ്പത്തോട് വിഷയം ബന്ധപ്പെട്ട് ഒട്ടനവധി ഹോട്ടലുകൾ സ്ഥാപനം പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പം അതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ സമഗ്രമായ ഒരു അഴുക്കുചാൽ പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് എങ്കിലും മാത്രമേ വടകരയിൽ പുരോഗതി ഉണ്ടാകുള്ളൂ. വടകരയെ സംബന്ധിച്ചോളം എല്ലാ കച്ചവടവും വടകരയിൽ നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വടകര വന്നാൽ ശരിക്കും ഒരു ചായ കുടിക്കാനുള്ള സ്ഥലമില്ല, എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് പരിഹാരം എന്ന നിലക്ക് ഒരു സമഗ്രമായ അഴുക്കുചാൽ പദ്ധതി കൊണ്ടുവരണം. ബാക്കിയുള്ള ജില്ലകളിലാണെങ്കിൽ ഈ വേസ്റ്റ് വെള്ളം സക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിന് മീറ്റർ ഒരു പൈസ വെച്ചുകൊണ്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.